Hi friends, welcome to Xello English. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുന്നു എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അല്ലേ? ഇതെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ ഷുഡ് വി ലേൺ ഇംഗ്ലീഷ്? എന്തിനാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നത്? ഇംഗ്ലീഷ് പഠിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയാലാണ് നമ്മൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കുറച്ചും കൂടി സീരിയസ്നെസ് ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി നമ്മൾ എഫർട്ട് എടുത്തുള്ളൂ. പക്ഷേ നിങ്ങൾ ഓൾറെഡി ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ ഇടയ്ക്ക് നിങ്ങൾ എടുത്തിട്ടുള്ള ബെസ്റ്റ് ഡിസിഷൻസിലൊന്നാണ് അതെന്ന് ഞാൻ പറയും. അതിനുവേണ്ടി നിങ്ങൾക്ക് എക്സ്പേർട്ട് ഹെൽപ്പ് വേണമെങ്കിൽ Xello ഒരുക്കുന്ന ഇംഗ്ലീഷ് കോഴ്സസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് കോഴ്സസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. നമ്മളെങ്ങനെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് കണ്ടിട്ട് നിങ്ങൾക്ക് പറ്റിയൊരു കോഴ്സാണെന്ന് തോന്നുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ജോയിൻ ചെയ്യാം. സോ ബാക്ക് ടു ദ ടോപ്പിക്. നമ്മളിപ്പം ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇംഗ്ലീഷ് പഠിക്കണമെന്ന്, ഇംഗ്ലീഷ് എന്നുള്ള ലാംഗ്വേജിന് ഇത്രയും ഇമ്പോർട്ടൻസ് കിട്ടാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇസ് ദാറ്റ് ഇംഗ്ലീഷ് ഇസ് എ ഗ്ലോബൽ ലാംഗ്വേജ്. ഗ്ലോബൽ ലാംഗ്വേജ് എന്ന് വെച്ചാൽ എന്താ? ഈ ലോകത്തെ എല്ലായിടത്തും ഒരേപോലെ സംസാരിക്കുന്ന ഒരു ലാംഗ്വേജാണ് ഇംഗ്ലീഷ്. ഒരേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജാണ് ഇംഗ്ലീഷ് അല്ലേ? നമ്മളിപ്പം കൺട്രി വൈസ് ഉള്ള ഇതെല്ലാം വിട്ടിട്ട് നമ്മൾക്കിപ്പോൾ ഉള്ളതെല്ലാം ഇൻ്റർനാഷണൽ റിലേഷൻസ് ആണല്ലേ. അപ്പം നമ്മൾ ആസ് എ പേഴ്സൺ നമ്മൾക്കും ഈ കൺട്രി വിട്ടു പോയിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ വേറൊരു കൺട്രിയിലുള്ള ആളുമായിട്ട് നമ്മൾക്കൊരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കണം, ഒരു ബിസിനസ് ചെയ്യണം, അങ്ങനെയൊക്കെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾക്ക് ഏറ്റവും അത്യാവശ്യ ഘടകമായിട്ടുള്ള ഒന്നാണ് എന്ത്? ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. കാരണം നമ്മൾക്ക് കമ്മ്യൂണിക്കേഷൻ ഔട്ട്സൈഡ് ദിസ് കൺട്രി പോസിബിൾ ആവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇംഗ്ലീഷ് വേണം. ഈവൻ നമ്മുടെ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ് തന്നെ നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഇംഗ്ലീഷ് ഒരു അത്യാവശ്യ ഘടകമാണ്. കാരണം നമുക്ക് ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജസും അറിയാവോ? ഇല്ല. പക്ഷേ എവിടെ ചെന്നാലും നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നമുക്ക് പുറത്തുള്ള രാജ്യങ്ങളിലെ ഒന്നും ഭാഷകൾ അറിയില്ല, പക്ഷെ നമ്മൾ എവിടെ ചെന്നിട്ടാണെങ്കിലും ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ ആളുകൾക്ക് മനസ്സിലാവുമെന്നുള്ളതാണ് ഇംഗ്ലീഷ് നമ്മൾ പഠിക്കേണ്ടതിൻ്റെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് നമ്മൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കിത്തരും. നമ്മൾക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ എന്ന് പറയുന്നത് അത്ര അധികമാണ്. ചിലപ്പോൾ നമ്മൾ നല്ലൊരു പ്രൊഫഷൻ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ നമ്മൾക്ക് അതിലേക്കുള്ള ജോലികളിലേക്ക് കയറാൻ വേണ്ടി ഇൻ്റർവ്യൂസ് പാസ്സാവേണ്ടി വരും. ഇൻ്റർവ്യൂസ് ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടാവും. അപ്പോൾ നമ്മൾ എങ്ങനെ പാസ്സാവും? അവിടെ ഫെയിലായി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിലെല്ലാം നമുക്ക് ഇംഗ്ലീഷ് വളരെ അത്യാവശ്യമാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് ഏറ്റവും അത്യാവശ്യമാണ്. പണ്ടെന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടി കുറവായിരുന്നു. നമുക്കൊരു സ്കില്ലുണ്ടെങ്കിൽ തന്നെ നമുക്ക് കയറി പോകുമായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾക്ക് ഏറ്റവും വേണ്ടതെന്ന് പറയുന്നത് ഈ സ്കില്ല് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നമുക്ക് വേണ്ട ലാംഗ്വേജാണ്. ഇനിയും അതിൻ്റെ ആവശ്യം കൂടി വരത്തേ ഉള്ളൂ. നമ്മൾ കുറച്ചും കൂടി ഗ്ലോബലൈസ്ഡ് ആവുന്നതനുസരിച്ച്, നമ്മൾക്ക് ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്സ് വരുന്നതനുസരിച്ച് നമ്മൾക്ക് കുറച്ചും കൂടി ഇംഗ്ലീഷിൻ്റെ ആവശ്യം കൂടി വരത്തേ ഉള്ളൂ അല്ലേ? ഇനി വേണ്ടത് ഇതേപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കരിയറിൽ നമുക്ക് കുറച്ചും കൂടി ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടി നമ്മൾക്ക് കൂടുതലായിട്ടും വേണ്ട ഒരു കാര്യമാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, എസ്പെഷ്യലി നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഇംഗ്ലീഷ്. ഓക്കെ, നമ്മൾക്കിപ്പോൾ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. നമ്മൾ എല്ലാവരും പ്രൊജക്റ്റ് ചെയ്തു, നമ്മുടെ കൊളീഗ്സൊക്കെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്തു. പക്ഷേ പ്രസൻറ്റ് ചെയ്തപ്പം ഒരാൾക്കത് നല്ലപോലെ ലാംഗ്വേജ് യൂസ് ചെയ്ത് നല്ലതായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. നമ്മുടെ കയ്യിലും അതിലും ബെറ്റർ ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ പ്രസൻറ്റേഷൻ അത്ര നല്ലതല്ലാത്തതുകൊണ്ട് നമ്മൾ കയറിപ്പോയിട്ടുണ്ടാവില്ല, മറ്റേ ആൾക്ക് കയറിപ്പോകാൻ പറ്റിയിട്ടുണ്ടാവും അല്ലേ? സോ അവിടെയും എന്താ യൂസ്ഫുൾ ആയത്? ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കരിയറിലാണെങ്കിലും ഇനിയുള്ള കാലത്തൊക്കെ നമുക്ക് കരിയർ ബെറ്റർ ആക്കണമെങ്കിൽ, നമുക്ക് കരിയറിൽ അടുത്ത സ്റ്റെപ്സ് എടുക്കണമെങ്കിൽ നമ്മൾക്ക് ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്ത്? ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മളിപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് വേണ്ടി ചെയ്യുമെങ്കിലും ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അങ്ങനെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഭാഷയല്ല. നമ്മളിപ്പം ഫ്രഞ്ചിൻ്റെ ഗ്രാമറൊക്കെ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫ്രഞ്ച് കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. നമുക്ക് ഇംഗ്ലീഷിലെ ഗ്രാമർ അത്രയും കൂടി ഈസിയാണ്. നമ്മൾ പഠിച്ച രീതി വെച്ചിട്ടോ അല്ലെങ്കിൽ ആളുകൾ പറഞ്ഞു വെച്ചിരിക്കുന്ന മിത്സ് വെച്ചിട്ടോ മിഥ്യാധാരണകൾ വെച്ചിട്ടൊക്കെയാണ് നമ്മൾക്ക് ഇംഗ്ലീഷ് ഭയങ്കര പാടുള്ള, ഭയങ്കര അറ്റൈൻ ചെയ്യാൻ പറ്റാത്ത ഒരു ലാംഗ്വേജ് ആയിട്ട് തോന്നുന്നത്. പഠിക്കേണ്ട രീതിയിൽ പഠിച്ചാൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ലാംഗ്വേജ്
ലാംഗ്വേജ് അല്ല, എല്ലാവർക്കും പഠിക്കാൻ വേണ്ടി മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു ലാംഗ്വേജാണ്. അങ്ങനെ ഒരുപാട് പേര് പഠിച്ചെടുത്തിട്ടുമുണ്ട്. സോ ഇംഗ്ലീഷ് ഒരു സിമ്പിൾ ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ അതിന് ഇത്രയും ഗുണങ്ങളും കൂടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഡെഫിനറ്റ്ലി അതൊന്ന് ട്രൈ ചെയ്യാം. അതേപോലെ നമുക്ക് ലോകത്തെ കുറച്ചുകൂടെ ബെറ്ററായിട്ട് അറിയണമെങ്കിൽ കൂടെ നമ്മളിപ്പം നമ്മളുടേതായിട്ടുള്ള സ്ഥലങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നവരായിരിക്കും. നമ്മൾ ജനിച്ച് വളർന്ന നാട്ടിൽ തന്നെ ജീവിച്ച് ജോലിയെടുത്ത് പ്രായമായി ഇങ്ങനെ ഇരിക്കുന്നവരായിരിക്കും. പക്ഷേ അത് ഈ ഒരു ജനറേഷനിലും കൂടെ നമുക്ക് പറ്റത്തുള്ളൂ. ഈ വരുന്ന ജനറേഷൻ മുതൽ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാവില്ല. നമ്മൾ ഒരിടത്ത് തന്നെ ജനിച്ച് ജീവിച്ച് അങ്ങനെ പോകുന്നുണ്ടാവത്തില്ല. നമുക്ക് ലോകത്തെപ്പറ്റി കുറച്ചുകൂടെ നന്നായിട്ട് അറിയണമെങ്കിൽ തന്നെ നമുക്ക് എന്ത് വേണം? നമുക്ക് ഈ ലാംഗ്വേജിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി അറിയാനാണെങ്കിലും വേറൊരു ഇടത്ത് പോയി ലോകം മനസ്സിലാക്കാൻ വേണ്ടിയാണെങ്കിലും എങ്ങനെ വേണം, നമുക്കിപ്പോൾ ട്രാവൽ ചെയ്യണം. ട്രാവൽ ഭയങ്കര ട്രെൻഡായിട്ടൊരു വരുന്ന കാര്യമാണിത്. നമുക്കൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്ത് കുറച്ച് നാൾ അവിടെ പോയി നിൽക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് അവിടെ ഡീൽ ചെയ്യാൻ വേണ്ടി ഈ ലാംഗ്വേജ് നമ്മുടെ കയ്യിൽ വേണം. നമ്മൾ ജോലിയുടെ ഭാഗമായിട്ട് ട്രിപ്പ് പോകുന്നു, വർക്കിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പഠിത്തത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ട്രിപ്സൊക്കെ പോകുന്ന സമയത്തൊക്കെ നമുക്ക് യൂസ്ഫുൾ ആവേണ്ട ഒരു സാധനം, നമുക്ക് കയ്യിൽ അത്യാവശ്യമായിട്ടൊരു വേണ്ട ഒരു സാധനം എന്താണ്? വേറൊന്നുമല്ല, ഇംഗ്ലീഷ് ലാംഗ്വേജാണ്. സോ ഇത്രയും ആവശ്യങ്ങളുള്ളതുകൊണ്ട് തന്നെ ഈ ലാംഗ്വേജും കൊണ്ട് നമുക്ക് ഇത്രയും ആവശ്യങ്ങളുള്ളപ്പോൾ തന്നെ ഈ ലാംഗ്വേജ് സിമ്പിളായിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഡെഫിനറ്റ്ലി ഈ ലാംഗ്വേജ് പഠിക്കാൻ ശ്രമിക്കുക. ഇംഗ്ലീഷ് നമ്മൾക്ക് അറിയാമെങ്കിൽ അത് നമുക്ക് എപ്പോഴും ഒരു അഡീഷണൽ ബെനിഫിറ്റാണ്. നമ്മൾക്ക് എപ്പോഴും കയ്യിൽ വെക്കാൻ പറ്റുന്ന ഒരു സ്വത്താണ് ശരിക്കും ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഉദ്ദേശിക്കാത്ത ഉയരങ്ങളിലേക്ക് നമ്മൾക്ക് എത്താൻ വേണ്ടി നമ്മളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ലാംഗ്വേജ് പഠിക്കാൻ ശ്രമിക്കുക. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞങ്ങളിവിടെ ഉണ്ട്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസിനെ പറ്റി ഞാൻ പറഞ്ഞതുപോലെ അറിയാൻ വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യാൻ മതിയാവും. സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ദിസ് ഇസ് അക്സ അബ്രഹാം സൈനിങ് ഓഫ് ഫ്രം സെല്ലോ ഇംഗ്ലീഷ്. താങ്ക് യു.